സങ്കീർത്തനം 20:7. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ദാവീദ് തൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്വം, വിശ്വാസം ഒക്കെ ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ദാവീദ് ഒരു രാജാവായിരുന്നിട്ട് പോലും തൻ്റെ കുതിരകളിലോ സമ്പത്തിലോ ഒന്നും ആശ്രയിക്കാതെ തൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുകയാണ്. തൻ്റെ ദൈവത്തെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുകയാണ്. യുദ്ധത്തിന് പോകുമ്പോഴും തൻ്റെ സൈന്യത്തിൽ ആശ്രയിക്കാതെ സർവശക്തനിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് ദാവീദിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിത സാഹചര്യം എന്തായാലും അതിൽ സകലത്തിലും യേശുവിൽ ആശ്രയിക്കുകയും യേശുവിൽ ശരണപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. നമ്മിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ ഭൗതിക നന്മകളിലോ ആശ്രയിക്കാതെ ഇവയെല്ലാം നമുക്ക് തന്ന യേശുവിൽ ആശ്രയിച്ചാൽ യേശു തീർച്ചയായും നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. നമ്മെ ജയാളികളാക്കി യേശു പുറത്തു കൊണ്ടുവരും. ആശ്രയിക്കാൻ പര്യാപ്തമായ ആരൊക്കെ എന്തൊക്കെ നമ്മുടെ മുൻപിലുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ദൃഷ്ടി യേശുവിൽ ഉറപ്പിക്കാം, യേശുവിൽ ആശ്രയിക്കാം, യേശുവിനെ വിശ്വസിക്കാം. ലൂക്കോസ് 4:8. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനെ പരീക്ഷിക്കുവാൻ പിശാച് വന്നപ്പോൾ യേശു വചനം കൊണ്ട് അവനെ ജയിക്കുകയാണ്. ആരെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവൻ, ആരാധന ആഗ്രഹിക്കുന്നവൻ, ആ യേശുവിനെ മാത്രം നമുക്ക് ആരാധിക്കാം. ആരാധനയിൽ വിടുതലുകൾ നടക്കുന്നു, പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. സാഹചര്യങ്ങളെ നോക്കാതെ അതിനെ നിയന്ത്രിക്കുന്ന യേശുവിനെ നോക്കാം. തന്നിൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന യേശുവാണ് നമുക്കുള്ളത്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ കഴിയുന്നത് യേശുവിനെ മാത്രമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ശരണപ്പെടാം, വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങിൽ മാത്രം ആശ്രയിക്കുവാൻ, അങ്ങയെ മാത്രം ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.